കോഴിക്കോട് ഒരു ക്രിക്കറ്റ് മൈതാനം എന്ന സ്വപ്നത്തിലേക്ക് കടക്കുകയാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. സ്ഥലം കണ്ടെത്തി പുതിയ മൈതാനം നിർമ്മിക്കാനുള്ള നടപടികൾക്ക് വേഗം കൂടിയിട്ടുണ്ട്. കേരള ക്രിക്കറ്റ് ലീഗ് മത്സരങ്ങൾ കോഴിക്കോട്ടെ ക്രിക്കറ്റ് താരങ്ങളിലും വലിയ ആവേശമാണ് നൽകുന്നത്. കേരള ക്രിക്കറ്റ് സാഗ യാത്ര കോഴിക്കോട്ടെ ക്രിക്കറ്റ് താരങ്ങൾക്കൊപ്പം. കനത്ത മഴയാണ്. പക്ഷേ മഴയെ തോൽപ്പിക്കുന്ന ക്രിക്കറ്റ് ആവേശം നമ്മൾ കോഴിക്കോട് കാണുകയാണ്. ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ ഞങ്ങൾക്കിന്ന് പറ്റില്ല. പക്ഷെ നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളുണ്ട്. കോഴിക്കോട് നിന്ന് വളർന്നു വരുന്ന ഒട്ടനവധി താരങ്ങൾ നമ്മളെ ഇവിടെ കാത്തു നിൽപ്പുണ്ട്. ഏറ്റവും മികച്ച രീതിയിൽ ജില്ലയിലെ താരങ്ങൾക്കുള്ള സൗകര്യങ്ങളായി മാറും. KCA അതിനു വേണ്ടിയിട്ട് വളരെ 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 ശ്രമകരമായ രീതിയിലുള്ള വളരെ ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുക്കുന്നുണ്ട്. DCO അതിനുവേണ്ടി ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വൈകാതെ തന്നെ ഈ പറഞ്ഞ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഗ്രൗണ്ടൊക്കെ അടക്കമുള്ള കാര്യങ്ങളോട് നടക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ കോഴിക്കോടുള്ള കുറച്ച് എല്ലാ കാറ്റഗറിയായിട്ട് അത്യാവശ്യം കളിക്കുന്ന എല്ലാവരും കൂടി ഒരുമിച്ചാണ് ചെയ്യുന്നത്. കാറ്റഗറി ഇല്ലാണ്ട് സീനിയർ ആയാലും ജൂനിയർ ആയാലും എല്ലാവരും ഒരുമിച്ചാണ്. അപ്പോൾ കളിക്കുന്ന എല്ലാവർക്കും നല്ല കുറച്ച് ക്വാളിറ്റി പ്ലേയേഴ്സിൻ്റെ കൂടെ കളിക്കും ചെയ്യാം. പിന്നെ നല്ല കോച്ചസ്, ഒരു 10ഓളം കുട്ടികൾ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നടക്കുന്ന എല്ലാ കാറ്റഗറിയിൽ നിന്നും നമ്മൾ എടുത്തു നോക്കുകയാണ്. ഏറ്റവും ചെറിയ ഒരു 10ഓളം കുട്ടികൾ വിവിധ തലങ്ങളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. സ്റ്റേറ്റ് ക്യാമ്പ്, സ്റ്റേറ്റ് കാറ്റഗറികൾ കളിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. NSK ടൂർണമെന്റിലടക്കം ഈ തവണ നമ്മൾ 7 പേര് ഓപ്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ തവണ ഒന്നും ഉണ്ടായിരുന്ന റോഹൻ ഓൾറെഡി ഉള്ളതായിരുന്നു, അഖിൽ ദേവ് ഓൾറെഡി ഉള്ളതായിരുന്നു. ലാസ്റ്റ് സീസണിൽ നസൽ, അഭിരാം എസ്, ഇവർ 4 പേര് ലാസ്റ്റ് ടീമിൽ വന്നിട്ടുള്ള ആളുകളായിരുന്നു. തൃശ്ശൂർ ടൈറ്റൻസിലും 2 പേരും അതിലായിരുന്നു. ഈ തവണ നമുക്ക് വീണ്ടും 2-3 പ്ലേയേഴ്സ് കൂടെ ഓപ്ഷൻ ലിസ്റ്റിലൂടെ വന്നിട്ടുണ്ടായിരുന്നു. നെറ്റ്സ് ഉണ്ട്, പിന്നെ ഫീൽഡിംഗ് സെഷൻസ് ഉണ്ടായിരുന്നു ഹൈ പെർഫോമൻസ് ക്യാമ്പിൽ, പിന്നെ ജിം സെഷൻസ് ഉണ്ടായിരുന്നു, പിന്നെ റണ്ണിങ് സെഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഒരു എല്ലാ ഏരിയാസും കവർ ചെയ്തിട്ടുള്ള ഒരു നല്ല ക്യാമ്പായിരുന്നു. കോഴിക്കോടിന്റെ ക്രിക്കറ്റ് സ്വപ്നങ്ങൾക്ക് ചിറക് മുളയ്ക്കാൻ ഇവിടെ ഒരു മൈതാനം ആവശ്യമാണ്. അതിനായി കിണഞ്ഞ് പരിശ്രമിക്കുകയാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. സ്ഥലത്തിൻ്റെ ലഭ്യത തന്നെയാണ് ഇവിടുത്തെ, അതിൻ്റെ പരിമിതിയാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇപ്പം സെൻറ്റ് സേവിയേഴ്സ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അവിടെ ഒരു നെറ്റ്സ് ഇട്ടിട്ടുണ്ട് KCA. അതുപോലെ പല സ്കൂൾസായിട്ടും ടൈപ്പ് വരുന്നുണ്ട്. ഇങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ അങ്ങനെ ആ നിലക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാമ്പറ്റ ഡോൺ ബോസ്കോ കോളേജിൽ അവിടെയുണ്ട് നെറ്റ് പ്രാക്ടീസ് സെൻ്റർ ഉണ്ട്. 5 സ്ഥലങ്ങളിലെങ്കിലും മിനിമം ആയിട്ട് പുതിയ 5 സ്ഥലങ്ങളിലെങ്കിലും മിനിമം നെറ്റ് പ്രാക്ടീസ് ഫെസിലിറ്റി വേണമെന്നാണ് KCAയുടെ നിർദ്ദേശം. അപ്പൊ കോഴിക്കോട്ടെ ചുണക്കുട്ടികളെ നമ്മൾ കണ്ടു, അവരുടെ വിശേഷങ്ങൾ അറിഞ്ഞു. നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, കഴിഞ്ഞ കാലത്ത് നമ്മൾ കണ്ട കോഴിക്കോടായിരിക്കില്ല ഇനി. സമീപകാലത്ത് കോഴിക്കോട് നിന്ന് ഈ കാണുന്ന നിരയിൽ നിന്ന് ഒരുപാട് താരങ്ങൾ ഇനിയും മുന്നോട്ടേക്ക് വരും. നമ്മുടെ യാത്ര കേരള ക്രിക്കറ്റ് സാഗ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പൊ ബൈ, വീണ്ടും കാണാം.